എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2.8 Z വേരിയൻറ്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. ഇത് 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,22,000 കിലോമീറ്റർ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാതെ ക്ലീൻ ആയിട്ട് ഓടിയിരിക്കുന്ന ഒരു അടിപൊളി വാഹനമാണ്. അപ്പം നമുക്ക് നേരിട്ട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, ഇവിടെ ഒരു കുഞ്ഞ് ഡെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ഡീറ്റെയിലും ഞാൻ എടുത്ത് പറയുന്നത് കൊണ്ടാണ് ഞാനെല്ലാം പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രേ കളറിലുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല അടിപൊളിയാവും. അപ്പോൾ നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് കാണാം. ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഡോറിൽ ചെയ്തിട്ടില്ല. ഡോർ പാഡൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇനി നമ്മൾ ഈ മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ ശ്രദ്ധിക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഈ ബാക്ക് സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇതിലുമൊക്കെ ചെറിയ 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 സ്ക്രാച്ചുകളുണ്ട്. ഗ്ലാസ്സുകൾ ഒറിജിനലാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർപാട് പുറകിലത്തെയൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മേള് വശത്തെ പഞ്ചിങ് മാർക്കുകൾ കാണാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഈ വാഹനത്തിൽ ഓൾ ഒറിജിനൽ ആയിട്ടുള്ള പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഈ ബമ്പറിൻ്റെ ഇവിടുത്തെ ക്ലിപ്പ് വിട്ടു പോയിട്ട് ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളത് പറയും. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്നവർക്ക് ആർക്കും അയ്യോ നിങ്ങളത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരവസ്ഥ വരത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ എടുത്ത് പറയാറുണ്ട്. പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഡിക്കിയിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു താഴെ വശത്ത് ഡ്രൈഡൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് തട്ടിയിട്ട് ഡെൻറ്റ് വന്നിട്ട് അവർ ഡ്രൈഡൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പെയിൻറ്റ് റീപെയിൻറ്റഡ് അല്ല. ഇവിടുത്തെ പേസ്റ്റിങ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്ലാസ് ഒറിജിനലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കി തുറന്ന് ഇതിനകവശം ഒന്ന് കാണാം. ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ പൊടി ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ കയ്യിൽ മൊത്തം ആകുന്നുണ്ട്. ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള വർക്കും ചെയ്തിട്ടില്ല. ഈ മേൽവശത്തെ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഡിക്കി അഴിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പേസ്റ്റിംഗ് എല്ലാം കൃത്യമാണ്. ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആണ്. ഗ്രേ കളറാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഇരുണ്ട രീതിയിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നോർമലി ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ വെള്ളം വരുന്നിട്ട് റസ്റ്റൊക്കെ കാണാറുള്ളതാണ്. ഈ വാഹനത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. ടൈലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഒന്നുമില്ല. കമ്പനി ഒറിജിനൽ ടൈലൈറ്റ് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് 2.8 സെഡിൻ്റെ ബാഡ്ജിങ് കാണാം. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ ചെറിയ ചെറിയ പേനായ്ക്ക് വരച്ച പോലെ ചെറിയ ചെറിയ 1-2 സ്ക്രാച്ചുകളുണ്ട്. വേറെ ഡെൻ്റ് ഒന്നും വന്നിട്ടില്ല. റീപെയിൻറ്റും ഇല്ല. ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് കാണാം. ഇവിടുന്ന് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവാണ്, കാരണം ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട്. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. മേൾ വശത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിൻ്റെ പുറവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻ്റ് ആണ്. ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ബഫിങ്ങിൽ പോകും. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം. സ്വിച്ചുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട്
കാണാവുന്നതാണ്. ഇനി നമ്മൾ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ മുൻവശത്തേക്ക് പോകാം. ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ റീപെയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുൻവശത്തേക്ക് വരാം. ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിൽ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല. റീപെയിൻറ്റ് സംഭവിച്ചിട്ടില്ല. ഹെഡ്ലൈറ്റുകളിലും ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്നൊന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്കിവിടെ കാണാം. ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇതാ ഇത് ഇവിടുത്തെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ അഴിച്ചു കളയണം. ഇത് അഹൂജയുടെ സൗണ്ടാണ്, മറ്റേ അലാറമാണ് ഇരിക്കുന്നത്. ഇവിടെ നോർമലി ബ്ലോക്കിൽ ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല. നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. ഫുള്ള് പ്രോപ്പർ കമ്പനി സർവീസിലുള്ള വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. വളരെ സൈലൻ്റ് ആണ്. ഞാൻ ഇത്രയും വണ്ടിയുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ആ സൗണ്ടിൽ മനസ്സിലാവും വണ്ടി നല്ല ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഡോർ പാഡൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെൻട്രൽ കൺസോളിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്റ്റിയറിങ്ങിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. നോർമലി ഒരുപാട് ക്രാക്കുകൾ വരുന്നതാണ്. ഇതിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പിന്നെ AC-യുടെ ഈ ഒരു വെൻറ്റിൻ്റെ ഈ ഒരു സൈഡ് വശം പൊട്ടിയിട്ടുണ്ട്. അത് നോർമലി മിക്കവാറും ക്രിസ്റ്റകളിൽ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ അതും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പുറകുവശത്തെ ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ടോപ്പിലോട്ട് വരുമ്പോൾ തന്നെ ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം 80% ബ്രിഡ് സ്റ്റോണിൻ്റെ 4 ടയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,22,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ഒരു അടിപൊളി 2.8 Z വേരിയൻറ്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണിത്. അപ്പോൾ 2.8 സീരീസിലുള്ള Z വണ്ടികൾ, ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് നല്ല ഡിമാൻഡാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ വിളിക്കുക. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 14,50,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോകളെല്ലാം പെട്ടെന്ന് ലഭിക്കുന്നതിന് നിങ്ങൾ അതിൻ്റെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഇവിടുന്ന് ഒരു വാഹനം, ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.